Hello guys, welcome back to our channel. So today I was talking about how to build a real confidence. ഞാൻ ഇങ്ങനത്തെ ഒരു ടോപ്പിക് എടുത്ത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കെന്തോ ഇത് ചെയ്യണമെന്ന് തോന്നി. കാരണം എനിക്കുണ്ടായിരുന്നു കുറച്ച് സെൽഫ് കോൺഫിഡൻസും പല കാര്യങ്ങളും കോൺഫിഡൻസ് കുറവായിട്ട്, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പോലും കോൺഫിഡൻസ് കുറവായിട്ട് അത് ചെയ്യാൻ പറ്റാണ്ട് റിജക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു ടോപ്പിക്ക്, പിന്നെ കുറേ കാലമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് ഞാൻ വിചാരിച്ചു ഒരു കോൺഫിഡൻസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന്. സോ ഞാൻ കൂടുതലൊന്നും പറഞ്ഞാൽ ലാഗ് അടുപ്പിക്കുന്നില്ല. ഇനി മുതൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനത്തെ സെൽഫ് ഹെൽപ്പ് വീഡിയോസും പിന്നെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പം ഇനി കൂടുതലൊന്നും പറഞ്ഞാൽ ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് കാണാം. ഇന്നത്തെ വീഡിയോയിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 8 സ്റ്റെപ്പാണ് പറയുന്നത്. സോ ഈ 8 സ്റ്റെപ്പ് അതേപോലെ ഫോളോ ചെയ്യണമെന്നൊന്നും പറയില്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് വരുമല്ലോ. അപ്പോൾ ഇപ്പോൾ വരെ എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ വരെ എനിക്ക് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറവുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇതേപോലെ ഇൻട്രോ എടുത്തിട്ട് ഞാൻ കുറേ കാലമായി വീഡിയോ എടുത്തിട്ട്, അപ്പോൾ കുറേ കാലം എന്ന് വെച്ചാൽ കുറേ കാലമായി. അപ്പോൾ ഇന്ന് വന്നപ്പോൾ എനിക്ക് ഇത്തിരി ഭയങ്കര മടിയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ക്യാമറ ഞാനായിട്ട് സംസാരിക്കണമെങ്കിൽ പോലും എത്ര പേര് കാണും, സോ അങ്ങനത്തെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു മടിയും ആ ഒരു പേടിയും എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അതൊക്കെ മാറ്റി വെച്ചു, വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. കാരണം അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. സ്റ്റെപ്പ് ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. അതായത് ആദ്യം തന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. വേറെ ആരും നമ്മളെ സ്നേഹിക്കില്ല. നമ്മളെ തന്നെ സ്നേഹിച്ചാലാണ് നമുക്ക് ബാക്കിയുള്ളവരും കൂടി സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പിൽ പറയുന്നത് ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാണ്ടിരിക്കണതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം തന്നെ പകുതി മുക്കാൻ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങും. നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയണത്. നമ്പർ 2, ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്. നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വിചാരിക്കണോ അതിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് നമ്മൾ ചെയ്യുക. ചിലപ്പോൾ ഇങ്ങനെ കുറേ കോളുകൾ ഇതൊക്കെ വരും. സോ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ ചെയ്യുക. പക്ഷെ ആരെങ്കിലുമൊക്കെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാറ്റി വെച്ച് നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചിരിക്കാറുണ്ട്. സോ അതൊക്കെ പരമാവധി നിർത്തി നമുക്ക് എന്താണോ സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. സ്റ്റെപ്പിൽ ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. അതായത് നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേക്ക് ചെയ്യുക. അതായത് നമുക്ക് കോൺഫിഡൻസ് ഉള്ള പോലെ ഒന്ന് ജസ്റ്റ് അഭിനയിക്കുക, ബാക്കിയുള്ളതൊക്കെ വരണടുത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ. സോ എനിക്ക് ഇല്ലാണ്ട് പോയിട്ടുള്ള ആ കാര്യം ഇതാണ്. അതായത് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എൻ്റെ മുഖത്ത് കോൺഫിഡൻസ് ഇല്ലാന്ന് തന്നെ കാണിക്കായിരുന്നു. ഇപ്പോഴാണ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പോലും എൻ്റെ മുഖത്ത് ആ ഒരു കാണിക്കാണ്ട് ഒന്ന് മുന്നോട്ട് പോകാൻ, അതായത് ഇനി വരണടുത്ത് വെച്ച് കാണാം, ബാക്കിയുള്ള ഒന്നും ഞാൻ ചിന്തിക്കണില്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് പല കാര്യങ്ങളും റിജക്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പോലും ചെയ്യാണ്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ. ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യം, കോൺഫിഡൻസ് ഈസ് എവ്രിതിങ്. അതായത് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. സോ കോൺഫിഡൻസ് ഈസ് മെയിൻ തിങ്. അപ്പോൾ നമുക്കില്ല, ചില സമയത്ത് നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മളത് ഫേക്ക് ഇറ്റ് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ വരണടുത്ത് വെച്ച് കാണാം. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം. സ്റ്റെപ്പ് നമ്പർ 4, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള ഒന്നും നമ്മുടെ അടുത്തേക്ക് അനുവദിക്കാണ്ടിരിക്കുക. അതായത് ചിലവർ നമ്മൾ ചെയ്യണത് കണ്ടിട്ട് ചിലപ്പോൾ ആ കാര്യങ്ങൾ നെഗറ്റീവ് ഉണ്ടായിരിക്കാം, പക്ഷേ അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് നെഗറ്റീവ് അടിക്കും. സോ ചില സമയത്ത് നമുക്കത് നമ്മളൊന്നല്ലാത്തിരിക്കുന്ന ടൈമിൽ നമുക്കത് നെഗറ്റീവായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ പരമാവധി നമ്മുടെ ചുറ്റുള്ള കാര്യങ്ങൾ പോസിറ്റീവാണെന്ന് നോക്കുക. ഇപ്പോൾ അവർ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ പോസിറ്റിവിറ്റി കണ്ടെത്തുക. അതായത് ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും വന്ന് പറയുന്നുണ്ടാവുക, പക്ഷെ നമ്മളത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ചെയ്യുക. ഇപ്പം നമ്മുടെ അടുത്ത് പറയും എന്നെക്കൊണ്ടൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്തേലുമൊക്കെ ആവട്ടെ, അവരല്ല പറഞ്ഞത്, നമ്മൾ മുമ്പോട്ട് പോവുക, ദാറ്റ്സ് ഓൾ. പിന്നെ പോസിറ്റീവായിട്ടുള്ള പീപ്പിൾസ് നമ്മൾ ചുറ്റുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫുള്ള് പോസിറ്റീവായിട്ടായിരിക്കും. പക്ഷെ അങ്ങനെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ചിലർക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. സോ ആ ഒരു തോട്ട് വെച്ചിട്ട് നമ്മൾ പോസിറ്റിവിറ്റിയോട് കൂടിയിട്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് ടു അതേഴ്സ്. അതായത്
ബാക്കിയുള്ളവർക്ക് അയ്യോ അവൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഇവൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അത് നിർത്താം. അതായത് നമ്മൾ നമ്മുടെ ഇതിനോട് കമ്പയർ ചെയ്യുക. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളോട് ദ്രോഹം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കമ്പയറിങ് ചെയ്യുക. അതായത് അവർക്ക് പലതും പറ്റിക്കോട്ടെ, നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. കമ്പയർ ചെയ്യാണ്ടിരിക്കുക, മാക്സിമം നമ്മളെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാം. നമുക്ക് എന്താണ് ചെയ്യാൻ തോന്നുന്നത് അത് ആക്ഷനായിട്ട് ചെയ്യാം. പലരും നെഗറ്റീവ് അടിക്കും. പിന്നെ അതേപോലെ തന്നെ ചിലവർ തന്നെ നമ്മളൊപ്പമുള്ളവർ തന്നെ ചിലപ്പോൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അവൾക്ക് അത് പറ്റുന്നില്ല, നിനക്ക് എന്ത് പറ്റണില്ല എന്നൊക്കെ ചോദിച്ച് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. സോ അത് നമ്മൾ മൈൻഡാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ബാക്കിയുള്ളവർക്ക് വരണോടത്ത് വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമല്ലോ ചെയ്യണത്. സോ നമ്മൾ ഇറങ്ങാം. ജയം പരാജയമൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ നമ്മൾ ചെയ്യാൻ കാണിക്കുന്ന മനസ്സാണ് ആദ്യം നമുക്ക് വേണ്ടത്. സോ കോൺഫിഡൻസ് ഈസ് ദ കീ ഓഫ് സക്സസ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഏതൊരു ബുക്കിൽ വായിച്ചത്, എനിക്ക് ആ ബുക്കിൻ്റെ പേര് ഓർമ്മയില്ല. സോ അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കോൺഫിഡൻസ് ഈസ് എ കീ ഓഫ് സക്സസ്. സോ നമ്മൾ സക്സസ് ആവണമെങ്കിൽ തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട കോൺഫിഡൻസ് ആണ്. തോറ്റാൽ പോലും നമ്മളവിടെ വീണിട്ടുണ്ടെങ്കിൽ പോലും വീണെടുത്തുനിന്ന് എണീച്ച് നമ്മൾ മുമ്പോട്ട് വരണം. ഡ്രസ് ഫോർ യുവർ സെൽഫ്, അതായത് മെയിനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടുക. അതേപോലെ തന്നെ നമുക്ക് കോൺഫിഡൻസും കംഫർട്ടബിൾ തന്നെ ഡ്രസ്സ് ഇട്ട് നടക്കാം. ബാക്കിയുള്ളവർ പറയും ആ ഡ്രസ്സ് ഇടരുത്, ഈ ഡ്രസ്സ് ഇടരുത്. സോ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കോൺഫിഡൻസും നമുക്ക് കംഫർട്ടബിൾ തന്നെ ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇട്ട് നടക്കാം, സെറ്റാണ് ബാക്കിയൊക്കെ. അടുത്ത സ്റ്റെപ്പ് സെറ്റ് ബൗണ്ടറീസ്. അതായത് നമുക്ക് ചുറ്റും ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. ഇപ്പം എല്ലാവർക്കും നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മുടെ അടുത്ത് ക്ലോസ് ആവാനുള്ള അറ്റാച്ച്മെൻറ്റിന് നമ്മളൊരു ഇട കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ തന്നെ മൂഞ്ചി ഇരുന്ന് കരയേണ്ടി വരും. എല്ലാവർക്കും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതായത് ഇവർ അകത്തേക്ക് കയറാണ്ടിരിക്കാൻ നോക്കാം. ചിലവരൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. സോ നമ്മൾ അവിടെയൊക്കെ എന്ത് ചെയ്യണം, ബൗണ്ടറി സെറ്റ് ചെയ്യണം. അതായത് ഒരു ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് ആരും കയറ്റാണ്ടിരിക്കുക. അതായത് ഇത്തിരി അറ്റാച്ച്മെൻറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സങ്കടം ഉണ്ടാവും. സോ നമ്മുടെ ബൗണ്ടറീസൊക്കെ സെറ്റ് ചെയ്ത് അവരൊരു ലിമിറ്റിനപ്പുറം നോക്കാം. നമ്മുടെ കാര്യങ്ങൾക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുക. അപ്പം തന്നെ നമുക്ക് പകുതി കോൺഫിഡൻസ് ആണ്. കൂടുതൽ വാല്യൂ കൊടുക്കുക, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. ബാക്കിയുള്ളവരുടെ കാര്യം അവരവരുടെ കാര്യം ചെയ്തോട്ടെ. അവർ സങ്കടം പിടിച്ച് പറയുമ്പോൾ കേൾക്കുക, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അതാണ് ഞാൻ പറഞ്ഞത്. ബൗണ്ടറി സെറ്റ് ചെയ്യുക, അറ്റാച്ച്മെൻ്റ് ആവാണ്ടിരിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സെലിബ്രേറ്റ് യുവർ സ്മോൾ വിൻസ്. അതായത് നമ്മൾ ചെയ്യണത് ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ നമ്മൾ ചെറിയ കാര്യത്തിൽ നമ്മൾ സക്സസ് ആയിട്ടുണ്ടാവും. സോ ആ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ബാക്കി എല്ലാവർക്കും ട്രീറ്റ് കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്യണമെന്നല്ല പറയണേ. നമ്മൾ സന്തോഷിക്കുക. നമുക്ക് എന്നായിട്ടൊരു ചോക്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുള്ളൂ. ഇപ്പോൾ എനിക്ക് ഇത്ര ഭാഗം പഠിക്കണം. സോ നമ്മൾ അത്രയും ഭാഗം അന്നത്തെ ദിവസം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സെലിബ്രേറ്റ് ചെയ്യുക. അതാണ് 8ാമത്തെ കാര്യത്തിൽ മെയിനായിട്ട് പറയുന്നത്. സോ ഈ 8 സ്റ്റെപ്പ് നമ്മൾ പാലിച്ചാൽ തന്നെ നമുക്ക് കോൺഫിഡൻസ് പകുതി വരും. ഫുള്ളായിട്ട് വരുമെന്നല്ല പറയണത്. ഒരു 50-60% നമുക്ക് പകുതി കോൺഫിഡൻസ് കിട്ടും. ബാക്കിയുള്ള കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ പറയാനുള്ളൂ. ഇനി ഇതേപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വരും. അപ്പോൾ ഈ 8 സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. ചിലതൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞെന്നിരിക്കും, പക്ഷെ ചിലതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഒരു കാര്യം മനസ്സിലാക്കാൻ, നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് ഈസ് എവരിത്തിങ്. സോ ഇതേപോലത്തെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് അടുത്ത ദിവസങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.